കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് നോക്കാം. എന്താ നല്ല തിരക്കല്ലേ? അത് എന്ത് തിരക്ക്? മഴത്തിരക്ക്, വേറെ തിരക്കൊന്നുമില്ല. വളരെ സുഖകരമായ ദർശനം എന്ന് പറയാം. തിരക്കില്ലാത്ത ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. മഴ കൊണ്ടിട്ടുള്ള ആ ഒരു തിരക്ക് മാത്രമാണ്, മഴത്തിരക്ക് മാത്രമാണ്. എന്തായാലും മഴയ്ക്ക് ശമനം ഇപ്പോൾ എന്നാണ്ടാവുക എന്നറിയില്ല. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അവധി ദിവസത്തിൻ്റെ ചെറിയൊരു തിരക്കെന്ന് മാത്രം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിൻ്റെ അവിടെ പ്രദക്ഷിണം ചെയ്ത് ആ ഗരുഡൻ്റെ വെങ്കല ശില്പമൊക്കെ കണ്ട് തൊഴാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ നേരെ വന്ന് പുതിയ ഗോപുരമൊക്കെ കടന്ന് അങ്ങനെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്ത് കൂടെ വന്ന് അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. ഗണപതിയൊക്കെ തൊഴുത് സുഖമായിട്ട് തൊഴാം. കാരണം യാതൊരുവിധ തിരക്കുമില്ല. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അങ്ങനെ പോയിട്ട് ആ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്കുള്ള ഒരു നോട്ടം നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തുള്ള ആ നെയ്വിളക്ക്, ആ പൊന്നിൻ്റെ വിളക്കിലുള്ള നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ ആ പ്രഭ നമ്മളിലേക്ക് എത്തും. ഭഗവാന്റെ ആ രൂപത്തിലുള്ള പൊന്നിൻ്റെ അംശങ്ങളൊക്കെ അതിലേക്ക് തട്ടിയിട്ട്, ആ ഓടക്കുഴലും അതേപോലെ പൊന്നിൻ്റെ ഗോപിയൊക്കെ തട്ടിയിട്ട്, അതിലൊക്കെ തട്ടിയിട്ട് പ്രതിഫലനം നമ്മളിലേക്കും കൂടി എത്തും. അങ്ങനെ നമ്മൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. പീഠം കണ്ട് ഒന്ന് നമസ്കരിക്കുക. ആ പീഠത്തിനൊന്ന് നമസ്കരിക്കുക മനസ്സിൽ സ്മരിച്ചിട്ട്. അതുപോലെ വലതുവശത്തുള്ള ആ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. പിന്നീട് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ വളരെ സുഖമായ ദർശനം നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അതിൻ്റെ അപ്പുറം പൊന്നിൻ്റെ ഒരു ഊഞ്ഞാലിങ്ങനെ കാണാണ്ട്. അപ്പോൾ എന്താ ഊഞ്ഞാലിൻ്റെ മുകളിലിരിക്കുക കേട്ടോ പൊന്നുണ്ണി. ചെറിയൊരു ഉണ്ണിയാണ്. ഒരു 1.5-2 വയസ്സ് 2.5 വയസ്സൊക്കെ ഉള്ളു തോന്നും. എങ്ങനെയാണ് അത് അവിടെ ഇരിക്കുക എന്നാണ് യശോദാമ്മ കയറ്റി വെച്ചതാവുന്ന തോന്നണം. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അരമണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, അരമണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഗോപീതിലകങ്ങൾ കാണാണ്ട്, കഴുത്തിലൊരു മാങ്ങാമാല കാണാണ്ട്, ഒരു മുല്ലമുട്ടുമാല കാണാണ്ട്, 2 കൈവളകൾ കാണാണ്ട്. കൈവളകൾ രണ്ടും മുറുക്കി പിടിച്ചിട്ടാണ് ഊഞ്ഞാലിൻ്റെ വള്ളിയുമിലേ. ഊഞ്ഞാലിൻ്റെ വള്ളിയുമിലിങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അരയില പൊന്നോടക്കുഴൽ തിരികെ വെച്ചിട്ടുണ്ട്. ഊഞ്ഞാൽ ആടുകയല്ല, ഊഞ്ഞാലുമിൽ കയറിയിട്ട് ഇങ്ങനെ കാല് നീട്ടിയിരിക്കുക കേട്ടോ. കാല് നീട്ടിയിട്ടേ ഞാനിപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ആടാൻ പോവുകയാണെന്ന് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ ആ ഒരു കാഴ്ച. 2 കാലും ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കാലിങ്ങനെ നീട്ടി പിടിച്ചിരിക്കുക, അതേ അവസ്ഥയാണ്. നല്ല രസമായിട്ടുള്ളൊരു അലങ്കാരം. പിന്നെ തിരുമുടി കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ട് ഇങ്ങനെ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മുകളിൽ, കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ ഒരു വലിയ ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല എന്ന് വെച്ചാൽ തെച്ചിയും തുളസിയായിട്ടുള്ള വെളുത്ത പൂവായിട്ടുള്ളൊരു ഉണ്ടമാല, വലിയ ഉണ്ടമാല. അതിങ്ങനെ കാണാണ്ട് നല്ല രസമായിട്ടുള്ള, നല്ല പുഞ്ചിരിച്ചിട്ടാ. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഊഞ്ഞാലാടാൻ വന്നിരിക്കുകയാണ്, ഊഞ്ഞാലാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ പോലെ. ഭക്തരൊക്കെ കണ്ടോളൂ, എല്ലാവരും എന്നെ കണ്ടോളൂ കേട്ടോ എന്നാണ് പറയണേ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി നമ്മൾ തൊഴുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാനെ. ആ പൊന്നുണ്ണിക്കണ്ണനെ, പൊന്നിൻ്റെ ഊഞ്ഞാലിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ.
അത് കഴിഞ്ഞാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം തന്നെ കാണുന്ന ആ ബലിക്കല്ല് നോക്കി, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞാൽ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. പിന്നീട് നമ്മൾ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് ആ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുക. അതൊക്കെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ ഗണേശൻ്റെ അവിടെ ചെറുതായിട്ടൊരു തിരക്ക്, ചെറിയ തിരക്ക് തന്നെ ഉള്ളൂ. ഒരു 10-25 ആളോ 30 ആളൊക്കെ ഉള്ള മാതിരി. അങ്ങനെ അവിടെ കയറി തൊഴാം. അങ്ങനെ കയറി തൊഴുമ്പോൾ എന്താ നല്ല രസമായിട്ട് തന്നെ ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ചാർത്തി വരികയാണ്. ഓരോ ഭാഗങ്ങളിങ്ങനെ ചാർത്തി വരുന്നു. കാണാൻ നല്ല രസമായിട്ടുണ്ട്, കൗതുകമുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി അറിയിലേക്ക് നോക്കിയിട്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് ആ ചെറിയ ഗണപതിനെയൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ ഇങ്ങനെ കാണാം. മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങി തൊട്ടാം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അങ്ങനെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വാമനാവതാരം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഒരു രൂപം കാണാം. പിന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് അനന്തപത്മനാഭസ്വാമിയുടെ അവിടെയാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ നിറയെ പൂക്കളാൽ അലങ്കൃതമായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനന്തൻ്റെ ആ പുറത്തിങ്ങനെ പള്ളി കൊള്ളുന്ന ആ മഹാവിഷ്ണുവിനെ കണ്ട്, അനന്തശയനത്തിനെ കണ്ട് അവിടെ പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായി വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി കാണാം. അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുതതിന് ശേഷം നേരെ ആ മുരുകൻ്റെ അവിടെ വന്ന് കാണാം. മുരുകൻ്റെ അവിടെ വന്ന് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് അധികം ഇതൊന്നും കാണാനില്ല. കുറച്ച് കുങ്കുമം കൊണ്ടുള്ള അഭിഷേകം നടന്നിട്ടുണ്ട്, അത് കാണാണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഹനുമാൻ സ്വാമീനെ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹം കണ്ട് തൊഴുതു. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ കുറച്ച് പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് മാറി നിന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ആ മണിക്കിണർ കണ്ട് തൊഴാം. പിന്നെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടന്നാൽ ആ നൃത്താറയിൽ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഏത് രൂപത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന് കളിക്കുന്ന ആ പൊന്നുണ്ണിയാണ്. അപ്പോൾ ഉണ്ണിയെ കണ്ട് തൊഴാം. അതിനുശേഷം കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴാം. വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ ഇന്ന് തിരക്കൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് ആ ഭഗവതിയുടെ അടുത്ത് എടത്തിരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോയാൽ അവിടെ സുഖമായിട്ടുള്ള ദർശനം
തീരെ തിരക്കില്ല. അങ്ങനെ അമ്മയുടെ ആ ഒരു കാഴ്ച കാണാം. നിറയെ തെച്ചിപ്പൂ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു തുളസി മാലയുണ്ട്. അങ്ങനെയുള്ള കാഴ്ച. പിന്നെ വലിയ ആ സ്വർണത്തിൻ്റെ കാശ് മാല അതിങ്ങനെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അപ്പം അമ്മയെ കണ്ട് തൊഴുത് അതിനുശേഷം നമ്മൾ ആ കോർണറിലെത്തിയാൽ അവിടുന്ന് വന്ന് തൊഴാം. മമ്മിയൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം നമുക്ക് ആ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അവിടുന്ന് വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ പൊന്നുണ്ണി ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ ഒരിക്കൽ കൂടി കാണാം. അപ്പം അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ വന്ന് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. അവിടെ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ ഇന്ന് പറഞ്ഞ പോലെ ആ ഗോളക ഇറക്കിയിട്ടിങ്ങനെ അതിൻ്റെ മുകളിലാണ് ബാക്കി ഇതൊക്കെ അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. വളരെ നന്നായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചോളും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിച്ച് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്നാൽ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കാണാം. അതേപോലെ ഒന്ന് പിന്നോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നാൽ നേരെ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. ഇന്ന് അന്നദാനത്തിനുള്ള ക്യൂ ഒക്കെ പ്രസാദകൂട്ടിനുള്ള ക്യൂ ഒക്കെ വളരെ കൂടുതലൊന്നുമില്ല. സുഖമായിട്ട് വന്നവർക്കൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ആ നാരായണാലയത്തിനും പൂന്താനത്തിൻ്റെ അവിടെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഭഗവതിയുടെ അവിടെ വന്ന് അതിനുശേഷം ഭഗവതിയുടെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് നമ്മൾ വേഗം നമ്മളെ മുന്നിൽ തന്നെ വന്ന് കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ഒരിക്കൽ കൂടി നമുക്ക് ആ പൊന്നുണ്ണിക്കണ്ണനെ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ പറ്റും. കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തിനെ ലക്ഷ്യമാക്കി നടക്കുക. അവിടെ നടന്ന് അവിടെ ചെന്നാൽ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. കൂവളത്തിൻ്റെ മുകളിലൊക്കെ ഇലകളിങ്ങനെ നിറഞ്ഞ് കവിയൽ തുടങ്ങിയിട്ടോ. അങ്ങനെ നമുക്ക് മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ സ്മരിച്ച് ആ കൂവളത്തറയെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി ഒരു ചെറിയ കഥ അതുകൂടി പറയാം. ഗുരുവായൂരപ്പൻ്റെ ഊരാളന്മാരായിട്ടുള്ള മല്ലിശ്ശേരി കുടുംബത്തിൻ്റെ ഒരു ചെറിയ കഥയാണ്. അവിടെ അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അന്നത്തെ ഒരു തിരുമേനിക്ക്. അപ്പോൾ കുട്ടികളുണ്ടാവാഞ്ഞിട്ട് എന്ന് ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പറയും. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, ധാരാളം സമ്പത്തുണ്ട്, ദാനം കൊടുക്കണം, ദാനം കൊടുത്തു കഴിഞ്ഞാലാണ് അവരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ പ്രാർത്ഥന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദാനം കൊടുക്കൽ തുടങ്ങിയപ്പോൾ കുട്ടി ജനിച്ചു. അന്തർജനത്തിന് കുട്ടിയായി. അപ്പോൾ ആ കുട്ടിക്ക് കൃഷ്ണൻ എന്നുള്ള പേരിട്ടു. ഇന്നും അത് തുടർന്നു വരുന്നുണ്ട്. അതായത് മല്ലിശ്ശേരി കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിക്ക് കൃഷ്ണൻ എന്നുള്ള പേരുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അവരുടെ അതിൻ്റെ ഒരു കഥയുടെ ബാക്കി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ കാരണസ്ഥാനമാണ് ഇപ്പോൾ അവർക്ക്. അവർ ക്ഷേത്ര ശ്രീലകത്ത് കയറിയിട്ട് പൂജിക്കാൻ അവകാശമില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ
ഉള്ള ഒരു അവസ്ഥയിൽ അവരുടെ ശ്രമം ആണ് ഇന്ന് കാണുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കാനുള്ള ശ്രമം പിന്നെ അതിന് ശേഷം തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഓണത്തിൻ്റെ സമയത്ത്, ഓണത്തിനൊക്കെയാണ് കുട്ടികൾക്കൊക്കെ മുണ്ടൊക്കെ എടുത്തു കൊടുക്കും. അപ്പം നല്ല ഒരു മുണ്ട് അതൊന്ന് മാറ്റി വെച്ചു, എന്താ വെച്ചാൽ സ്വന്തം ഉണ്ണിക്ക് കൊടുക്കാലോന്നേ. അപ്പോൾ ആ കൃഷ്ണൻ നമ്പൂരി അന്നത്തെ സ്വന്തം ഉണ്ണിക്ക് കൊടുക്കാനായിട്ടൊരു മുണ്ട് മാറ്റി വെച്ചു. ബാക്കിയുള്ളതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികൾക്കൊക്കെ വളരെ കാര്യമായി. അങ്ങനെ വേറൊരു കുട്ടി, ഒരു ഓടിക്കയച്ചും കൊണ്ടൊരു കുട്ടി വന്നു. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കാനില്ല. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എനിക്കെവിടെ മുണ്ട് എവിടെയാണ്? മുണ്ട് കഴിഞ്ഞു, അടുത്ത പ്രാവശ്യം തരാം എന്ന് പറഞ്ഞാൽ, അതല്ല മാറ്റി വെച്ച മുണ്ട് തന്നൂടേന്ന് വെച്ചു. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം മാറ്റി വെച്ചത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ ഈ കുട്ടി കണ്ട്? അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു സംശയമായി, ഇത് എന്തോ ഒരു സംഭവം തന്നെയാണ്, ഗുരുവായൂരപ്പൻ്റെ എന്തോ ഒരു ലീലയാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ അത് കൊടുത്തു. അങ്ങനെ അത് കൊടുത്ത് പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ നിർമ്മാല്യം തൊഴാൻ വരുമ്പോൾ, ഇവരൊക്കെ നിർമ്മാല്യം തൊഴാൻ വരും. അപ്പോൾ നിർമ്മാല്യം തൊഴാൻ വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ആ മുണ്ടുണ്ട്. അപ്പോൾ അത് വളരെ ഒരു നല്ല കഥ എന്ന് പറയാം. ഓരോരോ നമ്മളെ കലിയുഗത്തിൽ കാണുന്ന കാഴ്ചകൾ മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ അത്ഭുതങ്ങൾ തന്നെയാണ്. അത് ചെറിയ ആൾ മുതൽ വലിയ ആൾ വരെ, പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ ഒരു പക്ഷാഭേദവുമില്ലാതെ ആ ഗുരുവായൂരപ്പൻ്റെ നിറസാന്നിധ്യം ഭക്തനായാൽ മതി, അല്ലെങ്കിൽ ഭക്തയായാൽ മതി, അവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. പല പരീക്ഷണങ്ങളും ചെയ്യുമെങ്കിലും അവസാന നിമിഷത്തിൽ ആ ഭഗവത് കൃപ നമ്മളിലേക്ക് തേടിയെത്തും എന്നുള്ളത് തീർച്ചയാണ്. അതിൻ്റെ ഓരോരോ കഥാവിഹിതങ്ങളാണ് ഞാനിനിങ്ങനെ പങ്കുവയ്ക്കാം. പലരും കേട്ടിരിക്കാം, എന്നാലും എത്ര ഗുരുവായൂരപ്പൻ്റെ കഥ എത്ര കേട്ടാലും മതി വരില്ലല്ലോ. അപ്പോൾ ആ കള്ളക്കണ്ണൻ്റെ അങ്ങനെയൊക്കെ പറയാം, നമുക്ക് പറയാം. കാരണം നമ്മളും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ മായയിൽ പെട്ടിങ്ങനെ കളിക്കുന്ന ആൾക്കാരാണ്. അത് കണ്ട് മൂപ്പരിങ്ങനെ ചിരിക്കുകയാണ്, കളിക്കേ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരോ സമയത്തും എന്നാൽ നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. അതാണ് എത്രയ്ക്കും വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമത്തിനുള്ളൊരു പ്രതിവിധി അപ്പം തന്നെ കാണിച്ചു തരും. അതാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കടാക്ഷം ലഭിക്കുമാറാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.